കേട്ടു. കേട്ടതല്ല, പെൻഷനായി. അല്ല, ഈ പെൻഷനൊക്കെ പറ്റിയപ്പോ കാശൊക്കെ കിട്ടിയില്ലേ? കാശ് DCRG കിട്ടിയിട്ടില്ല. 12 ലക്ഷം രൂപ PF കിട്ടി. 12 ലക്ഷം ഉറുപ്പ്യ. അല്ല, സുഗതൻ എങ്ങോട്ടേക്കാ? സത്യം പറഞ്ഞാൽ ഞാൻ മാഷെ കാണാൻ വേണ്ടി അങ്ങോട്ട് വരികയായിരുന്നു. എന്താ കാര്യം? എൻ്റെ ഭാര്യ മണ്ടോതിരിക്കേ ഇന്ന് കാലത്ത് പെട്ടെന്നൊരു ശ്വാസം മുട്ടലും നെഞ്ചുവേനെ. അതിന് ഈ മാഷായ ഞാൻ എന്ത് മരുന്ന് പറഞ്ഞുതരാൻ? ഡോക്ടറെ കാണിക്കേ. അല്ല, ഈ പെട്ടെന്നായതുകൊണ്ട് കയ്യിലൊന്നും കരുതി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ. ഒരു 10,000 ഉറുപ്പ്യ ഒന്ന് തിരിമറിയാൻ പറ്റുമെന്നറിയാൻ മാഷെ കാണാൻ വേണ്ടിയിട്ട്. 10,000 രൂപ അല്ലേ? ആശുപത്രി കൊണ്ടുപോകാനല്ലേ? അതെന്താ അറിയോ, വീട്ടിലൊരു ആഞ്ഞിലി മരം ഉണ്ടേ, അത് 25,000 ഉറുപ്പ്യക്ക് കച്ചവടമായി. 25,000 ഉറുപ്പ്യക്ക് കച്ചവടമായി. അത് മറ്റന്നാ രാവിലെ മരം മുറിക്കാൻ വരുമ്പോ 25,000 ഉറുപ്പ്യ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. കാശ് കിട്ടിയാ ഞാൻ മറ്റന്നാ 10 മണിക്ക് തന്നെ മാഷക്ക് തിരിച്ചു തരും. 10,000 ഉറുപ്പ്യയുടെ കാര്യത്തിൽ താൻ ഇത്രയും വിഷമിക്കേണ്ട കാര്യമുണ്ടോ? അത് ഞാൻ തരാടോ. ആദ്യമായിട്ടാ മാഷ ഒരാളോട് പൈസ കടം മേടിക്കുന്നത്. പൈസ ഇതിനൊക്കെ തന്നെയാണ് ഉള്ളത്, വാങ്ങാനും കൊടുക്കാനുള്ളത്. ബാധ്യത വെക്കുന്ന ഇഷ്ടമല്ല, അതുകൊണ്ടാ. നേരം മറ്റന്നാ തരുമല്ലോ. 10 മണിക്ക് തരും. 10 മണിക്ക്. ഞാൻ മുകളിലെ വീട് വരെ പോയി ഇറങ്ങിയതാ. ഇപ്പൊ തന്നെ ഈ കാശ് എടുത്ത് തന്നിട്ട് പോകാം. അല്ല, അങ്ങനെ പെട്ടെന്ന് പൈസ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് എവിടുന്ന് എടുത്ത് തരാനാ? ഇയാളുടെ കയ്യിൽ നിന്ന് ഞാൻ പൈസ കടം മേടിച്ചിട്ടുണ്ടായി, ശരിയാ. അത് പറഞ്ഞ സമയത്ത് തിരിച്ചു തരാൻ എങ്ങനെ പറ്റുക? ഞാൻ തരില്ല പറഞ്ഞില്ലല്ലോ, ഞാൻ തരും. അത് എപ്പോഴാന്നൊന്നും പറയാൻ പറ്റില്ല. അത് ശരി, ഇയാളുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ ഞാൻ മേടിച്ചിട്ടുണ്ട് വെച്ചിട്ട് ഇയാളെ പേടിച്ചിട്ട് എനിക്ക് പുറത്തിറങ്ങി നടക്കാണ്ടിരിക്കാൻ പറ്റുമോ? ഞാൻ ആരെ അങ്ങനെ പറ്റിക്കൊന്നുമില്ല, ഞാൻ തരും. ശരി. കുറച്ച് കാശ് കൊടുക്കാണ്ടെന്ന് കരുതിയിട്ട് ഇവരുടെയൊക്കെ മുന്നിൽ ഇങ്ങനെ ഒച്ചാനിച്ചിരിക്കാൻ പറ്റും. ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഈ ഫോണെന്ന് നോക്കിയേ. എന്താ ഫോണിന്? ഈ പഴയ പോലെ അല്ല, ഇപ്പൊ ഹാങ് ആവാണ്. അതാരാ അത്? അപ്പുറത്തെ വീട്ടില് പുതിയതായിട്ട് വന്ന ആളാ. ഇപ്പം ഇങ്ങോട്ട് വരണേ? നമ്മളെ പരിചയപ്പെടാൻ വന്നതായിരിക്കും. വരൂ വരൂ. നമസ്കാരം. സുഗതേട്ടനല്ലേ? അതെ അതെ. എന്റെ പേര് സത്യശീലൻ എന്നാണ്. ഞാൻ അവിടെ തൊട്ടപ്പുറത്തെ വീട്ടിൽ താമസിക്കണം. അറിയാം, വരൂ വരൂ. ഞങ്ങൾ ഇന്നലെ വന്നതാണ്. പിന്നെ നേരിട്ട് പോയിട്ട് വില്ലേജിൽ ജോയിൻ ചെയ്തു. ആദ്യം ഫാമിലി ഉണ്ട്, ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്. പിന്നെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളുടെ കുറവുണ്ടെങ്കിൽ ഒരു മടിയും കൂടണ്ട, ഇവിടെ വന്ന് മേടിച്ചോണം. പിന്നെന്താണ്? പിന്നെ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വന്ന് ചോദിക്കണം. നമ്മൾ അയൽക്കാരാകുമ്പോ പരസ്പരം അങ്ങടും ഇങ്ങടും കൊടുത്തും വാങ്ങിയൊക്കെ വേണം ജീവിക്കാൻ. അതെ 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 അതെ. അല്ല, ഞാനിപ്പോ ഇങ്ങനെ താമസം മാറി വരുമ്പോഴേ അയൽക്കാർ എങ്ങനെയാവും എന്നുള്ള ഒരു ആശങ്ക സത്യം പറഞ്ഞ എനിക്കുണ്ടായിരുന്നു. ചേട്ടന് ഭയങ്കര വെമ്മിഷ്ടാ. എന്തു പറ്റി? ജലദോഷാണ്? അല്ല, അങ്ങനെയല്ല. ഈ അയൽക്കാർക്ക് എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിലേ ഭയങ്കര വെമ്മിഷ്ട, എല്ലാവരും സഹായിക്കും. അത് ശരി. മറ്റുള്ളവരുടെ വിഷമങ്ങൾ നമ്മൾ അറിയണം. പിന്നെ നമ്മളങ്ങനെ വിഷമങ്ങളിൽ നിന്ന് ജീവിച്ചു വന്നവരല്ലേ? അതെ, അതറിയണം. അത് ഫോണ് സൈലന്റില് വൈബ്രേഷനിലിട്ട്. ഒരു മിനിറ്റ്. ആയിക്കോട്ടെ. സുരേഷേ. അയ്യോ, എന്ത് പണിയാണോ ഇതിപ്പോഴാണോ വിളിച്ചു പറയണത്? ഒന്ന് കാലത്തൊന്ന് ഓർമ്മിപ്പിക്കണ്ട എന്റെ സുരേഷേ. നീ ടെൻഷൻ അടിക്കണ്ട, ഞാൻ ശരിയാക്കി തരാം. ശരി. അപ്പൊ ഒന്ന് ഓർമ്മിപ്പിക്കണ്ടേ മണ്ടുവോ? സുരേഷ് ഇന്നല്ലേ 25,000 ഉറുപ്പ്യ വേണമെന്ന് പറഞ്ഞത്. അവൻ അതും പ്രതീക്ഷിച്ചിട്ട് ഇറങ്ങി. ഞാനാണെങ്കിൽ അത് മറന്നും പോയി. ഞാൻ ഓർത്തില്ല ഏട്ടാ. ഓർത്തില്ല? എന്തു പറ്റി? അതെ, നമ്മളൊരു കൂട്ടുകാരനാണ് സുരേഷ്. അവൻ എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നു കഴിഞ്ഞാൽ എന്നോടാണ് പണം ചോദിക്കുക. ശരി. ഇതിപ്പോ ഇന്നലെ അവനൊരു അർജന്റ് കേസിന് ഇന്ന് കുറച്ച് പൈസ വേണം പറഞ്ഞ് എന്നോട് ചോദിച്ചിരുന്നു. ഒരു 25,000 ഉറുപ്പ്യ ഞാൻ കൊടുക്കാന്നും പറഞ്ഞു. പല തിരക്കിലും പെട്ടിട്ട് ഇന്ന് രാവിലെ ഞാൻ അതങ്ങോട്ട് മറന്നു. ഓർമ്മ പോയി. അവനാണെങ്കിൽ ആ കാശ് ഇപ്പൊ കിട്ടുന്നു കരുതിയിട്ട് അവിടെ ആൾക്കാരൊക്കെ വിളിച്ച് റെഡി ആയിരിക്കും. കയ്യിലെ കുറച്ച് പൈസ ഉണ്ടായിരുന്നു കേട്ടോ. അതൊരു പാവം പിടിച്ച ഓട്ടോ ഡ്രൈവർ വന്നിട്ട് ഇഞ്ചൻ പണിയാണ്, കുറച്ച് കാശ് വേണമെന്ന് പറഞ്ഞപ്പോ ഞാൻ എടുത്തത് അങ്ങോട്ട് കൊടുത്തു. വിഷമം പറഞ്ഞപ്പോ അത് എടുത്തു കൊടുത്തു. ഇനിയിപ്പൊ ഇവനാണെങ്കിൽ ഇപ്പൊ എന്നെ പ്രതീക്ഷിച്ചിരുന്നിട്ട് അതൊരു ചതിയായി പോയി. അല്ല,
നമ്മളൊരു വാക്ക് പറഞ്ഞാ അത് നടത്തണല്ലോ. പിന്നെ നാളെ കൊടുക്കാന്ന് അത് പറയട്ടാ. വേണ്ട, അത് വേണ്ട, അത് തന്നെ കൊടുക്കണം. നീ ഒരു കാര്യം ചെയ്യും, നിന്റെ ആ നെക്ലേസ് അല്ലേ അത് ഇങ്ങോട്ട് കൊണ്ട, അത് പണയം വെച്ചിട്ട് ആ പൈസ കൊടുക്കാം പാവം. അല്ല നെക്ലേസ് എങ്ങനെ പണയം വെക്കണേ? ഇന്ന് ബാങ്ക് ഇല്ലല്ലോ. അയ്യോ ഇത് ബാങ്കില്ലല്ലോ അല്ലേ? എത്ര രൂപ വരും അത്? എത്ര വരും? 25,000 റുപ്യ കൊടുക്കാന്നാ പറഞ്ഞു. 25,000 ആണ്. എന്നാ വേണമെങ്കിൽ ഞാൻ തരാം, എന്റെ കയ്യിലുണ്ട്. ഇങ്ങോട്ട് താമസം മാറുന്നതിന്റെ ഭാഗമായിട്ട് ഞാൻ തന്നെ അവിടുന്ന് ഇവിടുന്ന് കുറച്ച് പൈസ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത്യാവശ്യ ചെലവുകൾക്കൊക്കെ വേണ്ടിയിട്ട്. ഇപ്പൊ വേണ്ടി വന്നില്ല. അപ്പൊ വേണമെങ്കിൽ അത് തൽക്കാലം എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. നാളെ പറ്റുന്ന നന്നാലും മതി. അയ്യേ അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട. അതിന് കുഴപ്പമില്ല. അല്ല നിങ്ങളിപ്പോ നിങ്ങൾ താമസിക്കാൻ വന്ന എന്താണ് അത് വേണ്ടത്, അത് ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യാം. അത് ശരിയല്ല. അത് ഇല്ല സുഖാട്ടാ, അത് കുഴപ്പമില്ല, അത് എടുത്തോളെ നിങ്ങൾ. നമ്മൾ ഇങ്ങനെയൊക്കെ വന്ന ആൾക്കാരെ അങ്ങോട്ട് സഹായിക്കാന്നല്ലാണ്ട് ആദ്യം ഇങ്ങോട്ട് സഹായം ചോദിക്കാൻ അത് വേണ്ട, അത് ശരിയാവില്ല. അത് അല്ലേ? അത് വേണ്ട. എന്നാ വേണ്ട, കുഴപ്പമില്ല. എന്ത് സുഖതേട്ടാ ഇത്? സത്യേട്ടന്റെ മോൻ നോക്കിയേ, കണ്ടോ? ആദ്യമായിട്ട് ഇവിടെ വന്ന ഒരു കാര്യം പറയുമ്പോ അത് നിരസിക്കാമോ? ആ മോശമല്ലേ അല്ലേ? അല്ല അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയെങ്കിലും ആ മുഖത്തുണ്ടത്. മോശമാണ് സുഖതേട്ടാ. ഞാൻ അതൊന്നും വിചാരിച്ചു പറഞ്ഞല്ല കേട്ടോ, കുഴപ്പമില്ല. അതെന്നപ്പോ നാളെ എന്തായാലും ഞാൻ നാളെ ഇങ്ങോട്ട് തിരിച്ചു തരുമല്ലോ, വിഷമിക്കണ്ട. എന്നാ തന്നോളൂ. എന്നാ പിന്നെ ഞാൻ എടുത്തിട്ട് വരാം. ഓ ശരി ശരി ശരി. അല്ല സാറേ, അത് ഇപ്പോൾ ഒരു 20 lakhs ആണ് ഇപ്പോൾ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് കേട്ടോ. അതെ അതെ, 10 lakhs ആണ് ഇട്ടുണ്ടായിരുന്നത്. അതെ 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 തീർച്ചയായിട്ടും. അതെ, ഇപ്പോൾ 20 lakhs ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്, സാറിൻ്റെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഓക്കെ സാർ, ഓക്കെ സാർ. സൂപ്പർ കസേര. എന്തോ ഞെങ്ങന്ന് സൂപ്പർ കസേര, സൂപ്പർ കസേര അല്ല? ഓക്കെ, വേണോ കസേര വേണോ? വെറുതെ വെറുതെ അല്ല, ക്യാഷ് തന്നാ മതി. എന്തിന്? പൈസ കൊടുത്തിട്ടാ? വെറുതെ കാക്കും പൂച്ചം കൊടുക്കാനില്ല പൈസ. ഒരു 2.5 ലക്ഷം ഉറുപ്പ്യ ഉണ്ട്. ഓ ഓ, അത് കസേര മേടിച്ചിട്ട് കളയാനാ? ഞാനേ സാറേ എന്തായിരുന്നു? ഞാന് കല്ലിയും വന്ന് പെയിന്റിന്റെ പണിയെടുത്ത്, വാർപ്പിന്റെ പണിയെടുത്ത്, പിന്നെന്തെന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ 2.5 ലക്ഷം. അത് അങ്ങനെ ഇങ്ങനെയൊന്നും കളയാനില്ല സാറേ. ഞാനൊരു കാര്യം അന്വേഷിക്കാൻ വന്ന. എന്ത് സാറേ? പറയൂ പറയൂ. 2.5 ലക്ഷം തന്നാലേ ഒരു 2 കൊല്ലം ആയിക്കഴിഞ്ഞാൽ അത് 5 ലക്ഷം ഉറുപ്പ്യ ആവുമെന്ന് ഇങ്ങനെ കേട്ടിന്. അത് അന്വേഷിക്കാൻ ഞാൻ വന്നതാണ് സാറേ. അത് ഒരു ഡബിൾ ആൻഡ് ഡബിൾ സ്കീം ഉണ്ട് ഇവിടെ. അതിപ്പോ സാറേ എത്ര എമൗണ്ട് നമ്മളിവിടെ ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ ഡബിൾ കിട്ടും. ഇപ്പോൾ 5 lakhs ആണെങ്കിൽ 10 lakhs കിട്ടും, 2 lakhs ആണെങ്കിൽ 4 lakhs കിട്ടും. അങ്ങനെ 4 കൊല്ലം കഴിഞ്ഞ് 4 കൊല്ലം കഴിഞ്ഞാൽ സാറിന് ശരിക്കും അത് ഒരു 10 lakhs ആയിട്ട് എടുക്കാൻ പറ്റും. 10 ലക്ഷം. അതെ അതെ. ഒരു മിനിറ്റ് സാറേ, 19 4 23 19 കഴിച്ചാ പോരെ? അല്ല 19 കഴിച്ചാൽ നഷ്ടം വരും. നമുക്ക് 23 കഴിപ്പിച്ചാ പോരെ? എന്തോ? നമുക്കല്ല, എന്റെ മോളാ 23 കഴിപ്പിച്ചാ പോരെ? എന്ത്? അല്ല, ഈ 2.5 നമ്മ ഏതായാലും ഇവിടെ തരുന്നുണ്ടല്ലോ. അത് ഞാൻ വെറും 2 കൊല്ലം കൊണ്ട് മേടിക്കാനാ വിചാരിച്ചിനി. 4 കൊല്ലം കഴിഞ്ഞാൽ എന്തേ 10 lakhs കിട്ടും സാറിന്. കൃത്യമായിട്ട് കിട്ടും. അപ്പൊ ആ സമയത്തേക്ക് വിവാഹം ഉണ്ടോ? കുട്ടിയുടെ വിവാഹം ഉണ്ടല്ലേ? ഈ 2.5 ഞാൻ അങ്ങോട്ട് തന്നാല് 4 കൊല്ലം കഴിഞ്ഞാൽ 10 ലക്ഷം ഇങ്ങോട്ടായിട്ട് തരുമല്ലോ സാറേ. തരുമല്ലോ, പിന്നെന്താ? കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ചോര നീരാക്കി പോരാടിയ പൈസ. മറിമായം